ഹലോ ഇറ്റ്സ് മീ കെ പി റാഷിഖ്. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ ഇൻകം ടാക്സ് വെബ്സൈറ്റിന്റെ ഒരു ഓവർവ്യൂ ചെയ്യുക എന്നായിരുന്നു പലരും റിക്വസ്റ്റ് ചെയ്തത്. സോ അതിന്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്കറിയാം, ടാക്സ് പേയേഴ്സിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ വെബ്സൈറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് മിസ്മാച്ചുകളെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടെങ്കിലും ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. ഓക്കെ, സോ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പുതിയതായിട്ട് നിങ്ങൾക്ക് സ്വയം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ഓവർവ്യൂ തീർച്ചയായിട്ടും കാണണം. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ വെബ്സൈറ്റിന്റെ ഓവർവ്യൂ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷമുള്ള വീഡിയോകളിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം ലോഗിൻ ചെയ്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. സോ നമുക്ക് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗൂഗിളിൽ ഈ ഫയലിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് കിട്ടും. സോ നമുക്കിവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് രണ്ട് കാണാൻ പറ്റും. ആദ്യത്തെ ഇൻഫർമേഷൻ അഥവാ പഴയ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ആണ്. സോ നമുക്ക് പഴയതൊന്ന് ജസ്റ്റ് നോക്കി നമുക്ക് എടുക്കാനുള്ളത് ഇൻകം ടാക്സ് .gov.in എന്നുള്ള ആണ് നമ്മുടെ വെബ്സൈറ്റ് എടുക്കേണ്ടത്. സോ അതിന് മുന്നേ നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഉള്ള ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പഴയ ഇൻകം ടാക്സ് വെബ്സൈറ്റ്. സോ നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ എന്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്ത് സർവീസ് അവൈൽ ചെയ്യാൻ ശ്രമിച്ചാലും പുതിയ വെബ്സൈറ്റിലേക്കാണ് വിസിറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് ബാക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ വെബ്സൈറ്റിലേക്ക് തന്നെ നമ്മൾ പോകുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. സോ www.incometax.gov.in എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ്. സോ ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഇന്റർഫേസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഇന്റർഫേസ് ആണ്. ഓരോ കാര്യങ്ങൾക്കിടയിൽ നല്ല സ്പേസിങ്ങും എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ, നമുക്കിവിടെ ഈ ഒരു വെബ്സൈറ്റ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് സൂം ഇന്നും സൂം ഔട്ടും ഒക്കെ ചെയ്യാം. നോർമലി ഉള്ളതാണെങ്കിൽ എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി. സോ അതേപോലെ നിങ്ങൾ രാത്രിയാണ് ഇത് കാണുന്നത് എങ്കിൽ നൈറ്റ് മോഡ് ഓൺ ആക്കിയിടാം. സോ ഞാനിവിടെ നൈറ്റ് മോഡ് ഓഫ് ആക്കുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് പാൻ കാർഡ് ഉണ്ടായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യണം. ഈ രജിസ്റ്റർ എങ്ങനെ ചെയ്യാം, ലോഗിൻ ചെയ്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതെല്ലാം അപ്കമിങ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ ഓക്കെ, നമുക്ക് വെബ്സൈറ്റ് പരിചയപ്പെടാം. പഴയ വെബ്സൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫീച്ചറുകൾ ഈ വെബ്സൈറ്റിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് പേഴ്സോണ ബേസ്ഡ് പല സ്കീമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇൻഡിവിജ്വൽ എന്ന പേഴ്സൺ കപ്പാസിറ്റിയിൽ സാലറിഡ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ്, ബിസിനസ് പ്രൊഫഷൻ ആണ് ആ ഇൻഡിവിജ്വലിനെങ്കിൽ അവർ എന്തെല്ലാം ചെയ്യണം, അതേപോലെ ഈ ഫയൽ ചെയ്യുന്നത് സീനിയർ ഓർ സൂപ്പർ സിറ്റിസൺ ആണെങ്കിൽ എങ്ങനെ ഫയൽ ചെയ്യണം, അതുപോലെ നോൺ റെസിഡന്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, HUF ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. സോ നമുക്ക് സാലറിഡ് എംപ്ലോയീസ് എന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളത് ഗൈഡൻസ് ഉണ്ട്. അതുപോലെ സാലറിഡ് എംപ്ലോയീസിന് ഏത് ഫോമാണ് ആപ്ലിക്കബിൾ എന്നുള്ളതാണ്. അതേപോലെ ടാക്സ് സ്ലാബുകൾ, ഏതെല്ലാം ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാൻ പറ്റും, അതേപോലെ ഡൗൺലോഡ്സ് ഏതെല്ലാം ഇൻകം ടാക്സ് റിട്ടേണുകളാണ്, ഏതെല്ലാം ITR ഫോമുകൾ എവിടെ, ഏതെല്ലാം DST യൂട്ടിലിറ്റികൾ ഉപയോഗിച്ചിട്ടാണ് ഫയൽ ചെയ്യേണ്ടത് എന്നെല്ലാമാണ് ഈ ഇൻഫർമേഷൻ. അതുപോലെ കമ്പനി, റെസിഡന്റ് കമ്പനിയും ഫോറിൻ കമ്പനിയും ഉണ്ട്. നോൺ കമ്പനി അതർ കമ്പനികൾ AOP, OBOI, LLP ഫേം ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഈ ഒരു വിൻഡോ എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും അതർ പ്രൊഫഷണൽസിനും ഒക്കെ ഉള്ളതാണ്. ടാക്സ് ഡിഡക്ടർ ആൻഡ് കളക്ടറിന്റെ രജിസ്ട്രേഷൻ അഥവാ ടാൻ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനും അതിന്റെ സർവീസുകളെല്ലാം ഈ ഒരു ലിങ്കിലൂടെയാണ് അവൈൽ ചെയ്യേണ്ടത്. അതുപോലെ ഡൗൺലോഡ്സ് ഉണ്ട്. ഡൗൺലോഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് അസസ്മെന്റ് ബേസ് ചെയ്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫോമുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സോ ITR 1 to 4 വരെ ഇവിടെ കോമൺ ഓഫ്ലൈൻ യൂട്ടിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ ITR 5 to 7 കോമൺ ഓഫ്ലൈൻ യൂട്ടിലിറ്റി അവൈലബിൾ ആണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ITR 1 ഒന്ന് തുറന്നു നോക്കാം. ITR 1 എങ്ങനെ, ആര്, എപ്പോൾ ഫയൽ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ
ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏത് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിലും ഏത് ഫോം ഉപയോഗിച്ച് ഫയൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. എപ്പോൾ എന്തിന് ഫയൽ ചെയ്യണം, അതുപോലെ ആർക്കെല്ലാം ഇത് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ എന്ന PDF ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അതുപോലെ മറ്റ് ഇൻഫർമേഷനുകളെല്ലാം ഇതിൽ നിന്ന് കിട്ടും. സോ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ ഹെൽപ്പ് എന്നുള്ള ബട്ടൺ ഒരുപാട് വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളാണ് ഇൻകം ടാക്സ് വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ നമ്മൾ വീണ്ടും ഹോമിന് എടുക്കുന്നു. മെയിൻ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ സർവീസസ്, അവർ സക്സസ് എനേബിളേഴ്സ് എന്നുള്ളതിൽ. അവിടെ അവർ സർവീസസ് എന്നുള്ള സർവീസുകളെല്ലാം പഴയ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഒന്നും കൂടെ നല്ല ഇന്റർഫേസിലാണ് ഇവിടെ പുതിയ വെബ്സൈറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം ഇവിടെ നോക്കുന്നത് വെരിഫൈ. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇലക്ട്രോണിക്കലി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്കലി വെരിഫൈ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് നിങ്ങൾ ITR വഴി സൈൻ ചെയ്തിട്ട് അയക്കുകയും ചെയ്യാം. ഓക്കെ, ഇവിടുത്താണ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതുപോലെ ലിങ്ക് ആധാർ, പാനും ആധാറും ലിങ്ക് ആക്കൽ മാൻഡേറ്ററി ആണ്. സോ ഇവിടെയാണ് പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടത്. അതുപോലെ ലിങ്ക് ചെയ്ത ആധാർ ലിങ്കിന്റെ സ്റ്റാറ്റസ് നോക്കേണ്ടത് ഇവിടെയാണ്. അതുപോലെ ടാക്സ് അടക്കാനുള്ളത് പേ ടാക്സ് എന്നുള്ള വെബ്സൈറ്റ് ഇതാണ് അതിന്റെ ലിങ്ക്. അതുപോലെ ഇൻകം ടാക്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം അതിന്റെ സ്റ്റാറ്റസ് അത് പ്രോസസ് ആയിട്ടുണ്ടോ, അസസിംഗ് ഓഫീസേഴ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ പാനിന്റെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ എല്ലാം ഇവിടുന്ന് ഫെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ആണ് ടാൻ നമ്പർ, ആരാണ് നമ്മുടെ ഡിഡക്ടേഴ്സ്, അവരിപ്പോൾ വാലിഡ് ആണോ എന്നുള്ള ഇൻഫർമേഷൻ എല്ലാം ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ ടാക്സ് നോ മോർ അബൌട്ട്, അത് മറ്റെല്ലാ ഇൻഫർമേഷനും ഈ ഒരു പർട്ടിക്കുലർ ടാബ് നമ്മൾ തുറക്കും. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് ഷോ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഒതന്റിക്കേറ്റ്, നമുക്ക് കിട്ടിയ നോട്ടീസ് ഓർഡർ എല്ലാം ഒതന്റിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്തത് എന്നുള്ളത് ഇവിടെ നോക്കാം. അതേപോലെ അസസിംഗ് ഓഫീസറുടെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചു കൊടുത്താൽ അസസിംഗ് ഓഫീസർ ആരാണെന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ ഇൻസ്റ്റന്റ് പാൻ അഥവാ ആധാർ ബേസ്ഡ് പാന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഒരു ലിങ്കാണിത്. സോ ഇൻസ്റ്റന്റ് പാൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പാൻ കാർഡ് നമ്പർ ഡീറ്റെയിൽസും അതേപോലെ ആധാർ കാർഡ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അത് പാനിന്റെ നമ്പർ കിട്ടുന്നതാണ്. ഇലക്ട്രോണിക്കൽ പാന് കിട്ടും. അതിനുശേഷം ഇവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, ഗെറ്റ് ന്യൂ പാൻ എന്നുള്ളത്. അതിനുശേഷം അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ സ്റ്റാറ്റസ് എല്ലാമാണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരുന്നു. അതെ, അതുപോലെ നമുക്ക് പാന് അതേപോലെ TDS ഓൺ ക്യാഷ് വിത്ഡ്രോവൽ സെക്ഷൻ 194 അണ്ടറിൽ നമ്മൾ ബാങ്കിൽ നിന്നും ക്യാഷ് വിത്ഡ്രോ ചെയ്താൽ TDS നമ്മളുടെ ബാങ്ക് പിടിക്കുക എന്നുള്ളത് അറിയാനാണ് TDS ഓൺ ക്യാഷ് വിത്ഡ്രോവൽ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ടാക്സ് അതർ പോയിന്റ് ആണ് ഇവിടെ നോക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ കാണാം, ചാറ്റ് റോബോട്ട്. ഇതാണ് ഒരു പുതിയ ഫീച്ചർ ഉള്ളത്. അതുപോലെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിനും ആപ്പിളിനും ഇറക്കിയിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അതേപോലെ ആപ്പിൾ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് taxgenie എന്ന് പറഞ്ഞിട്ട് റോബോട്ട്, സിറി ഒക്കെ പോലെ ഒരു നമുക്ക് എന്ത് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു റോബോട്ട് ഉണ്ട്. സോ ഇത് ഒരു പുതിയ ഫീച്ചറാണ്. സോ നമ്മളിനി ഇതാ ഈ ഒരു ഇൻഫർമേഷൻ, ഇവിടെയാണ് ഒരുപാട് ഫീച്ചറുകൾ ഉള്ളത്. സോ നമുക്ക് ഈ ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്താൽ പുതിയ വെബ്സൈറ്റ് വേറൊരു ലിങ്കിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു ടാബിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർഫേസിലൂടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ ഇവിടെ പാനിനെ കുറിച്ചുണ്ട്, ടാന്, TDSനെ കുറിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, TDS റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, ആനുവൽ ഇൻഫർമേഷൻ റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, അതുപോലെ ചലാനിന്റെ സ്റ്റാറ്റസ്, ഓൺലൈനായിട്ട് എങ്ങനെ ടാക്സ് അടക്കാം, അതുപോലെ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് വായിക്കുമ്പോൾ ഏതെങ്കിലും വാക്കുകളെല്ലാം കിട്ടാതെ ലീഗൽ മാക്സിം ഉണ്ട് ഇവിടെ. അതുപോലെ ടാക്സ് ട്യൂട്ടോറിയലുകൾ, ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉണ്ട്, ടാക്സ് ചാർട്ട്, ഏതെല്ലാം ഡിഡക്ഷൻസ് ആണ് നിങ്ങൾക്ക് അസസ്മെന്റിന് ആപ്ലിക്കബിൾ ഉള്ളത്, അതുപോലെ TDS റേറ്റ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കാൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ പർട്ടിക്കുലർ അസസ്മെന്റ് ഇയർ, ഇവിടെ ഇപ്പോൾ അസസ്മെന്റ് 2023 ആണ് കറന്റ് അസസ്മെന്റ്, അതായത് കൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ അടുത്തത് പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻസ്, അതുപോലെ ഇൻഫർമേഷൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന ബുക്ക്ലെറ്റും പാംലെറ്റും ഒക്കെ ഉണ്ട്. അതുപോലെ ടാക്സ് കാലണ്ടർ,
വിവിധ ഡേറ്റുകളിൽ ഏതെല്ലാം റിട്ടേണുകളാണ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടാക്സ് കാലണ്ടർ. അതുപോലെ ഇൻകം ആൻഡ് ടാക്സ് കാൽക്കുലേറ്റർ ആണിത്. ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അസസ്മെന്റ് ഇയർ, നമ്മൾ കറന്റ് അസസ്മെന്റ് ഇയർ 21, 22 സെലക്ട് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഇൻകവും അതിന്റെ ടാക്സും ഡിറ്റർമിൻ ചെയ്യാനാണ് ഇതുള്ളത്. ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് വെദർ ഓപ്റ്റിംഗ് ഫോർ ടാക്സേഷൻ അണ്ടർ സെക്ഷൻ 115 BAC. എന്താണ് 115 BAC എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്നാൽ നമുക്കൊരു പുതിയ വീഡിയോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻകം എല്ലാം കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് ലാബിലിറ്റി എത്രയാണ്, അതുപോലെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ. അതുപോലെ മറ്റു ഫീച്ചറുകളാണ് TDS കാൽക്കുലേറ്റർ ഉണ്ട്, ടാക്സ് കാൽക്കുലേറ്റർ ഉണ്ട്, അഡ്വാൻസ് ടാക്സ് അടയ്ക്കണോ വേണ്ടേ എന്നൊക്കെ അറിയാനുണ്ട്. പിന്നെ അതുപോലെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, എല്ലാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ ഫാക്ട് ഉണ്ട്. അതേപോലെ ടാക്സ് ഓഡിറ്റ്, TDS എല്ലാവിധ ഇൻഫർമേഷനും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് ഇൻകം ടാക്സ് വെബ്സൈറ്റിന്റെ ഇന്റർഫേസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ ലോഗിൻ ചെയ്യാം, ഇൻകം ടാക്സ് ITR 1, 2, 3, 4 ഒക്കെ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.